അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരീക്ഷണം ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഈ ഒരു ക്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു പെൻ ഹോൾഡർ ആണെന്ന്. അല്ല, നമ്മളിതിൻ്റെ മുന്നേ ഈ അടുത്തായിട്ട് 2 പെൻ ഹോൾഡർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പെൻ ഹോൾഡർ ആണ് വിചാരിച്ചത്. പിന്നെ ഇത് നമ്മൾ പെയിൻറ്റിങ് സീരീസിലെ പാർട്ട് 2 ആണ്. അപ്പോൾ ആദ്യം പെൻ ഹോൾഡർ വിചാരിച്ചെങ്കിലും എപ്പോഴും പെൻ ഹോൾഡർ ചെയ്യുമ്പോൾ ഭയങ്കര ബോറിംഗ് അല്ലേ. അപ്പോൾ അവസാനം വരെ കാണാം, അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് ഇങ്ങനെ തോണ്ടിയിരുന്നപ്പോഴാണ് ഈ ഒരു ക്യാന് പെയിൻറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ഒരു പിക്ചർ കിട്ടിയത്. അത് വേറെ ടൈപ്പ് ഷേപ്പിലുള്ള ക്യാനായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യും. ആദ്യം തന്നെ ഹാഫായിട്ട് ബ്ലാക്കും റെഡും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു ഫേസാണ് ഉദ്ദേശിക്കുന്നത് ആ വൈറ്റ് പോർഷനിൽ. അപ്പോൾ ഞാൻ ബ്ലാക്കിൻ്റെ മേലെ കൂടെ വൈറ്റ് അടിച്ചപ്പോൾ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ആയി പോയതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ചുരണ്ടി കളഞ്ഞിട്ട് ഒരു വൈറ്റും നമ്മൾ സ്കിൻ കളർ ഇട്ടാൻ വേണ്ടിയിട്ട് വൈറ്റും ഒരു ഓറഞ്ചും വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതിങ്ങനെ തുരുതര ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ചിലവർക്കെങ്കിലും. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുകൾ ഭാഗത്തിൻ്റെ അളവിൽ വേണം ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ ഒന്ന് വലിയ ബ്രഷിൻ്റെ അറ്റഭാഗം വെച്ചിട്ടൊക്കെ ഒന്ന് ആ ഒരു ഓട്ടകൾ ചിലത് വലുതും ചിലത് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പിൻട്രസ്റ്റിൽ കണ്ട ഒരു ഇമേജാണ്, അതങ്ങനെ വരച്ചത്. എനിക്ക് തോന്നുന്നു ചൈനീസ് കൾച്ചറിലുള്ള വലിയ അങ്ങനത്തെ സംഭവമാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും സംഭവം ഇതാണ്. നമ്മൾ പെയിൻ്റൊക്കെ ചെയ്യണ നേരത്ത് ബ്രഷ് എവിടെ വെക്കണം എന്നറിയാതെ കൺഫ്യൂസ് ആവില്ലേ. ആ നേരത്ത് ബ്രഷ് കുത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. കുറേ ഐറ്റം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇത് അതിന് യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.